നമസ്കാരം. IPL-ന്റെ 18ാം സീസണിൽ ഏറ്റവും അധികം മത്സരങ്ങൾ പൂർത്തിയാക്കിയ ടീമായി മാറിയിരിക്കുകയാണ് മുൻ ചാമ്പ്യന്മാരായ രാജസ്ഥാൻ റോയൽസ്. ഇപ്പോൾ അവർ 9ാം സ്ഥാനത്തെത്തിയാണ് മടങ്ങിയിരിക്കുന്നത്. അവരവരുടെ ടീമുകളിൽ മത്സരം കഴിഞ്ഞ വീടുകളിലും എത്തിയിരിക്കുകയാണ് എല്ലാ താരങ്ങളും. എന്നാൽ ഇനി അടുത്ത വർഷം രാജസ്ഥാൻ റോയൽസിൽ ആരൊക്കെ ഉണ്ടായിരിക്കും എന്നുള്ള ചോദ്യമാണ് എല്ലാവരും ചോദിക്കുന്നത്. പോയിന്റ് പട്ടികയിൽ തന്നെ 8ാം സ്ഥാനത്താണ് അവർക്ക് ഫിനിഷിംഗ് തന്നെ ലഭിച്ചത്. ലഭിച്ചതിൽ തന്നെ 14 മത്സരങ്ങളിൽ 4 എണ്ണത്തിൽ ജയിച്ചവർ ശേഷിച്ച 10ലും പരാജയം ഏറ്റുവാങ്ങുകയായിരുന്നു. എങ്കിലും അവസാന കളിയിൽ ചെന്നൈ സൂപ്പർ കിങ്സിനെതിരെ ജയത്തോടെ സീസൺ അവസാനിപ്പിക്കുകയായിരുന്നു ഇവർ ചെയ്തത്. അടുത്ത വർഷം റോയൽസിലെ പിങ്ക് കുപ്പായം ആരൊക്കെ അണിയും? സഞ്ജു അണിയില്ല എന്നുള്ള കാര്യത്തിൽ ഏകദേശം ഒരു 80% ഇപ്പോൾ ആരാധകർ ഉറച്ചു കഴിഞ്ഞു. ഇതുപോലെ തന്നെ യുവ സൂപ്പർ താരം യശസ്വി ജയ്സ്വാളും റോയൽസിൽ അടുത്ത വർഷം ഉണ്ടാകില്ല എന്ന് ഇന്നലെ മുതൽ വാർത്തകൾ ഉണ്ടായിരുന്നു. ഇവർ രണ്ടുപേരും മറ്റൊരു ടീമിലേക്കാണ് ചേക്കേറുന്നതെന്നും അഭ്യൂഹങ്ങൾ ശക്തമായി തന്നെ ഉണ്ട്. സോഷ്യൽ മീഡിയയിൽ ഇതുമായി ബന്ധപ്പെട്ട ആരാധകർക്കിടയിൽ നല്ല രീതിയിൽ ചർച്ചകളും നടക്കുന്നുണ്ട്. സഞ്ജുവും ജയ്സ്വാളും അടുത്ത സീസണിൽ മറ്റൊരു കളിയിലേക്ക് പോയി അല്ലെങ്കിൽ മറ്റൊരു മത്സരത്തിലേക്ക് മറ്റൊരു ടീമിലേക്കും പോയി കഴിഞ്ഞാൽ റോയൽസ് ലൈനപ്പ് എങ്ങനെയാകുമെന്നാണ് നമുക്ക് നോക്കേണ്ട കാര്യം. ക്യാപ്റ്റൻ സഞ്ജു സാംസൺ അല്ലെങ്കിൽ സഞ്ജു സാംസന്റെ ടീം മറ്റൊരു നെടുന്തൂണുമായ യശസ്വി ജയ്സ്വാളും പുതിയ തട്ടകത്തിലേക്ക് മാറിക്കഴിഞ്ഞാൽ എങ്ങനെയായിരിക്കും ഈ ടീം മുന്നോട്ട് പോവുക? അത് രാജസ്ഥാന് വലിയൊരു ക്ഷീണമായി മാറുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. പക്ഷെ എന്നാലും മുന്നോട്ട് പോകണമല്ലോ എന്ന് വിചാരിച്ച് ആരൊക്കെയായിരിക്കും ഇവർ തിരഞ്ഞെടുക്കാൻ സാധ്യതയുള്ളത്? ഇരുവരുടെയും അഭാവം നികത്തുക എന്നത് റോയൽസിന് ഏറെ ദുഷ്കരം തന്നെയായിരിക്കും. നികത്താനാകില്ല, എന്നാലും കുറച്ചധികം താരങ്ങളെ ടീമിലേക്ക് കൊണ്ടുവന്ന് കുറച്ച് മെച്ചപ്പെടുത്താമെന്ന് തോന്നുന്നുണ്ട്. എങ്കിലും ഈ റോളിലേക്ക് പുതിയ പകരക്കാർ അവർക്ക് കൊണ്ടുവന്നേ തീരൂ എന്നത് സത്യമാണ്. ജയ്സ്വാൾ അല്ലെങ്കിൽ ഓപ്പണിംഗ് റോളിൽ ഇതേ ശൈലിയിൽ അഗ്രസീവായി ബാറ്റ് ചെയ്യാൻ സാധിക്കുന്ന ഒരു ഇന്ത്യൻ താരത്തെയാണ് റോയൽസിന് ആവശ്യം. അടുത്ത മിനി ലേലത്തിൽ റോയൽസിന് തന്നെ നോട്ടമിടാവുന്ന താരങ്ങളിൽ ഒരാൾ തന്നെയാണ് ഇന്ത്യൻ യുവ ഓപ്പണറായ പൃഥ്വി ഷാ. കഴിഞ്ഞ മെഗാ ലേലത്തിൽ തന്നെ അൺസോൾഡ് ആയി മാറിയെങ്കിലും അടുത്ത സീസണിൽ ശക്തമായ തിരിച്ചുവരവിൽ ഒരുങ്ങുകയാണ് അദ്ദേഹം. വെട്ടിക്കെട്ട് ബാറ്ററായ പൃഥ്വി സമീപകാലത്ത് ഫിറ്റ്നസ് പ്രശ്നങ്ങളും ഫോമിലല്ലായ്മയും ഒക്കെ വലച്ചിരുന്നത് ശരി തന്നെയാണ്. എന്നാൽ അദ്ദേഹത്തിന് ഫോമൊക്കെ തിരിച്ചെടുക്കാവുന്നതേ ഉള്ളൂ. ഇനി കൃത്യം ഒരു വർഷം കൊണ്ട് IPL തുടങ്ങാനായി. ഇന്ത്യയുടെ മുൻ അണ്ടർ-19 ലോകകപ്പ് വിന്നിംഗ് ക്യാപ്റ്റൻ കൂടിയാണ് പൃഥ്വി എന്ന് നമുക്ക് മറക്കാൻ സാധിക്കില്ല. ഫിറ്റ്നസ് കൂടുതൽ മെച്ചപ്പെടുത്തുകയും അതുപോലെ ആഭ്യന്തര ക്രിക്കറ്റിലൂടെ ഫോം തിരിച്ചു പിടിക്കുകയും ചെയ്താൽ പൃഥ്വിക്ക് തന്നെ ഇപ്പോൾ 2026-ലെ IPL ശക്തമായ തിരിച്ചുവരവ് നടത്താൻ സാധിക്കും. ജയ്സ്വാളിന്റെ അഭാവത്തിൽ പൃഥ്വിയും കൗമാര ബാറ്റിംഗ് വിസ്മയം വൈഭവ് സൂര്യവംശിയുമായിരിക്കും അടുത്ത സീസണിൽ റോയൽസിനായി ഓപ്പണിംഗിൽ ഇറങ്ങുക. നല്ലൊരു ഓപ്പണിംഗ് തന്നെയായിരിക്കും. ഇനി അടുത്തത് ആരാണ് 3ാം സ്ഥാനത്തിറങ്ങുക? അതായത് ഇപ്പോൾ സഞ്ജു ഇറങ്ങുന്ന സ്ഥാനത്തിറങ്ങുക. പൃഥ്വി തന്റെ പഴയ ഫോമിലേക്ക് തിരിച്ചെത്തി കഴിഞ്ഞാൽ ഇതൊരു മാരക കോമ്പിനേഷൻ ആയിരിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. നല്ലൊരു പാർട്ട്ണർഷിപ്പ് കൊടുക്കാനും സാധിക്കും. അതേസമയം സഞ്ജുവിന് പകരം റോയൽസ് നോട്ടമിട്ടേക്കുന്നത് മറ്റൊരു ഇന്ത്യൻ വിക്കറ്റ് കീപ്പറായ ഋഷഭ് പന്തിനെ ആയിരിക്കുമെന്ന് പറയുന്നു. ലക്നൗ സൂപ്പർ ജയൻസിന്റെ നായകനായ അദ്ദേഹം ഇപ്പോൾ സീസണിൽ ബാറ്റിംഗിലും ക്യാപ്റ്റൻസിയിലും എല്ലാം ഒരുപോലെ പരാജയമായി മാറിയ കാഴ്ചയാണ് നമ്മളിപ്പോൾ കാണുന്നത്. ഇതേ തുടർന്ന് 27 കോടി എന്ന ഓൾ ടൈം റെക്കോർഡ് തുകയ്ക്കും വാങ്ങിയ ഋഷഭിനെ സീസണിന് ശേഷം ഒഴിവാക്കാനുള്ള പ്ലാനിംഗ് ഉണ്ട് എന്ന് മനസ്സിലാക്കുന്നുണ്ട്. അങ്ങനെയെങ്കിൽ അടുത്ത ലേലത്തിൽ ഋഷഭിനെ റോയൽസിന് തീർച്ചയായും സ്വന്തമാക്കാൻ സാധിക്കും. 10 കോടിയിൽ താഴെ രൂപയ്ക്ക് അദ്ദേഹം ലേലത്തിൽ ലഭിക്കാനും സാധ്യതയുണ്ട്. സഞ്ജുവിന് പകരം തന്നെ ഋഷഭിനെ റോയൽസിന് നായക സ്ഥാനത്ത് ഏൽപ്പിക്കാൻ സാധിക്കുമെന്ന് പറയാം. ടീമിനായി 5ാം നമ്പറിലായിരിക്കും അദ്ദേഹം കളിച്ചിറക്കുക എന്നും കളിച്ചേക്കുക എന്നും പറയുന്നുണ്ട്. 3ാമനായി നിതീഷ് റാണയും 4ാം നമ്പറിൽ റിയാൻ പരാഗുമായിരിക്കും ബാറ്റിംഗിന് ഇറങ്ങുക എന്ന് പറയുന്നു. ലേലത്തിൽ വെങ്കടേഷ് അയ്യർ, ഗ്ലെൻ ഫിലിപ്സ്, വാഷിംഗ്ടൺ സുന്ദർ, ടി നടരാജൻ എന്നിവരെയും റോയൽസ് വാങ്ങാൻ ഇടയുണ്ട് എന്നാണ് പ്രതീക്ഷകളൊക്കെ തന്നെയും സൂചനകളൊക്കെ തന്നെയും പറയുന്നത്.